ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله وبركاته. الحمد لله وحده ونصر عبده وهزم الأحزاب وحده. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف الخلق نبينا محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ, ആ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം, അമ്പിയാക്കന്മാരുടെ ചരിത്രം മുസ്ലിങ്ങളെന്ന നിലക്ക് നാം ധാരാളമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു പ്രവാചകനോ മനുഷ്യനോ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന് അതിജീവിക്കാനാവാത്ത കഷ്ടപ്പാട് അള്ളാഹു നൽകി, ധാരാളം സമ്പത്ത് നൽകി. ആ സമ്പത്ത് മുഴുവൻ അള്ളാഹു തിരിച്ചു പിടിച്ചു. ധാരാളം സന്താനങ്ങളെ നൽകി, നല്ല ഭാര്യമാരെയും ധാരാളം സന്താനങ്ങളെയും നൽകി. സന്താനങ്ങളിൽ ഭൂരിഭാഗത്തെയും അള്ളാഹു തിരിച്ചു വിളിച്ചു. നല്ല ആരോഗ്യം നൽകി. അതിനുശേഷം മാരകമായ, കണ്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രൂപത്തിലുള്ള രോഗം അദ്ദേഹത്തിന് നൽകി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഈ പറഞ്ഞ 3 മഹാ അനുഗ്രഹങ്ങൾ, ഒന്ന് സമ്പത്താണ്, ഒന്ന് സന്താന കുടുംബ സൗഭാഗ്യമാണ്, 2, 3 ആരോഗ്യമാണ്. ഇത് 3ഉം അദ്ദേഹത്തിന് നൽകിയ ശേഷം എല്ലാം തിരിച്ചു വിളിച്ച് തിരിച്ചെടുത്ത് അള്ളാഹു പരീക്ഷിച്ചു നോക്കി. പക്ഷേ അയ്യൂബ് അലൈഹിസ്സലാം ഒരു പൊടി പോലും പതറിയില്ല. പരീക്ഷണങ്ങൾ അവക്ക് മുമ്പിൽ അവയെ അതിജയിക്കാനുള്ള ശക്തമായ മനസ്സിന്റെയും ഈമാനിന്റെയും കടുപ്പമുള്ള മനക്കരുത്തിന്റെയും ഉടമസ്ഥനായിരുന്നു അദ്ദേഹം എന്തു ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാം ഇദ് നാദാ റബ്ബഹു, തന്റെ റബ്ബിനെ അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. ഈ ദുരിതങ്ങൾ, ഈ കഷ്ടപ്പാടുകൾ, ഈ പരീക്ഷണങ്ങൾ, അതും സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ശേഷം വന്നപ്പോൾ വിമ്മിഷ്ടപ്പെടാത്ത മനസ്സിന്റെ ഉടമയായി, പതറാത്ത മനസ്സിന്റെ ഉടമയായി, അസ്വസ്ഥമാകാത്ത മനസ്സിന്റെ ഉടമയായി, നിരാശനാകാത്ത മനസ്സിന്റെ ഉടമയായി, റബ്ബിനെയോ ദീനിനെയോ ചുറ്റുഭാഗത്തെയോ കുടുംബത്തെയോ സമൂഹത്തെയോ കുറ്റപ്പെടുത്താത്ത മനസ്സിന്റെ ഉടമയായി അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ചു. റബ്ബിനോട് പറഞ്ഞു, അന്നീ മസ്സനിയദ്ദുർ, എനിക്ക് കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു നാഥ. അദ്ദുർ, കഷ്ടപ്പാടുകൾ, എല്ലാ നിലക്കുമുള്ള കഷ്ടപ്പാടുകളും അതിൽപ്പെട്ടു. എനിക്ക് കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു നാഥ. വഅൻത അർഹമുർ റഹീമീൻ, എന്ത് കഷ്ടപ്പാടുകൾ എനിക്ക് ബാധിച്ചാലും ശരി നാഥ, നീ അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണല്ലോ. വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവൻ. റഹ്മത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായി, കൂടുതൽ ധാരാളമായി റഹ്മത്ത് ചെയ്യാൻ കഴിവുള്ളവൻ. ഈ ഒരൊറ്റ വാചകമാണ് അയ്യൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുപോയത്. പടച്ച റബ്ബ് അതിന് മറുപടി പറയുന്നു, ഫസ്തജബ്നാ ലഹു അന്നീ മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. നാഥ, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീയാണ് കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനെന്ന വിളി റബ്ബ് കേട്ടു. റബ്ബ് പറയുന്നു, ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് മറുപടി നൽകി, ഉത്തരം നൽകി. എന്തായിരുന്നു ആ വിളിയുടെ മറുപടി, ഉത്തരം? ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തെ ബാധിച്ച കഷ്ടപ്പാട് നാം നീക്കിക്കളഞ്ഞു. റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തെ ബാധിച്ച കഷ്ടപ്പാട് നാം നീക്കിക്കളഞ്ഞു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, വആതൈനാഹു അഹ്ലഹു, തിരിച്ചു പിടിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന് നാം, സന്താനങ്ങളെ അദ്ദേഹത്തിന് നാം തിരിച്ചു നൽകി. അതുമാത്രമല്ല, വമിസ്ലഹും മഅഹും, അതുപോലെയുള്ളത് കൂടുതലും നൽകി. അള്ളാഹു തിരിച്ചു വിളിച്ച സന്താനങ്ങളെയല്ല, വീണ്ടും അതിനേക്കാൾ വമിസ്ലഹും മഅഹും, അത്രയും കൂടി അവരുടെ കൂടെ നൽകി. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, മരിച്ചുപോയ അദ്ദേഹത്തിന്റെ സന്താനങ്ങളെ അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു നൽകി എന്ന് പോലും അതിനഭിപ്രായമുണ്ട് എന്ന്. കൂടുതൽ അധികം നൽകി. എന്നിട്ട് അള്ളാഹു പറയുന്നു, അതൊക്കെ റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള കരുണയുടെ ഭാഗമാണ്. നാം അങ്ങനെ നൽകും. തിരിച്ചു പിടിച്ചവ തിരിച്ചു നൽകാൻ, അത് സമ്പത്തായാലും സന്താനങ്ങളായാലും കുടുംബമായാലും ആരോഗ്യമായാലും കഴിവുള്ളവനാണ് റബ്ബ്.